വി ഡി സതീശൻ്റെ അവസ്ഥയൊന്ന് നോക്കണേ. വെല്ലുവിളിക്കുക അല്ലെങ്കിൽ വേണ്ട ഊഞ്ഞാലാവുക. ലേറ്റസ്റ്റ് അഥവാ ഫ്രഷ് ആയിട്ടുള്ളൊരു വെല്ലുവിളി എത്തിയിട്ടുണ്ട്. അതായത് 18 മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തി ഉളുപ്പില്ലാതെ ഇറങ്ങിപ്പോയി. ആ പണം 2016 വന്ന ഒന്നാം പിണറായി സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞതിനെ സംബന്ധിച്ച് ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാം മറന്നു കഴിഞ്ഞു എന്നൊരു വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് ഒരു വെല്ലുവിളി അങ്ങ് ഇറക്കി വിട്ടു. കാര്യം വെല്ലുവിളിക്കാൻ ഏറ്റവും എളുപ്പം കേരളത്തിലെ മാപ്ര കോലുകളാണല്ലോ. സെറ്റാക്കി വച്ചിരിക്കുന്നത് കൊണ്ട് തിരിച്ച് ചോദ്യം ഉണ്ടാകില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് CPM നേതാവിനെയും, കേരളത്തിലെ LDFന്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ തെളിയിക്കുക 18 മാസം ഉണ്ടായിരുന്നു. ആകെ ഉണ്ടായത് 3 മാസത്തിൽ താഴെയാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് സതീശൻ അങ്ങ് പോകാൻ പറ്റൂ? ഇന്നിപ്പോൾ വെറുതെ വെല്ലുവിളിച്ചിട്ട് അങ്ങ് പോയാൽ ആ വെല്ലുവിളിച്ചതിൻ്റെ അടിയാധാരം വരെ എടുത്ത് പുറത്തിട്ട് തരും. ആ അടിയാധാരം എങ്ങനെയാണ് പുറത്തിടുന്നതെന്ന് പറഞ്ഞാൽ, സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിൽ ക്ഷേമ പെൻഷൻ 3 മാസത്തിൽ താഴെ മാത്രമാണ് ഞങ്ങളുടെ പുണ്യാള മുഖ്യമന്ത്രി കൊടുക്കാനുണ്ടായിരുന്നു അത്രേ. എവിടെന്നാണ് ആ കണക്ക് കിട്ടിയെന്ന് അറിയില്ല. ഒരു കണക്കിനെ വളച്ചൊടിച്ച് സ്വരാജിൻ്റെ പ്രതികരണമായിട്ട് കൊണ്ടുവന്നതാണ്. അതിന് അണ്ണാക്കിൽ കിട്ടിയ ഒരു മറുപടി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ പറഞ്ഞു. പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, പെൻഷന്റെ കാര്യത്തിൽ സ്വരാജ് തോമസ് ഐസക്കിന് കൊടുത്തൊരു മറുപടിയുണ്ട്. ഡേറ്റ് ഞാൻ പറയാം. തോമസ് ഐസക്കിന് കൊടുത്ത ചോദ്യം ഇതായിരുന്നു: ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നുണ്ട്. ഡേറ്റ് ഞാൻ കൃത്യമായി തന്നെ പറയാം. ഡേറ്റ് 26/4/2017 ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ചോദ്യത്തിന് തോമസ് ഐസക്ക് നൽകുന്ന മറുപടി, നിയമസഭയിലെ സ്വരാജിന്റെ ചോദ്യത്തിന് നൽകുന്ന മറുപടി: 1. വാർദ്ധക്യകാല പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം. വികലാംഗ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം. വിധവാ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിതരുടെ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം. കർഷക തൊഴിലാളി പെൻഷൻ ജൂലൈ 2014 മുതൽ 8 മാസം എന്ന് പറയുന്നു. എന്നിട്ട് ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്നറിയാമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം: 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 വരെ 10 മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. മൊത്തം കണക്കുകൾ എടുത്തു നോക്കിയാൽ 2014 2 മാസം, 2015 12 മാസം, 2016 4 മാസം, അങ്ങനെ തിരഞ്ഞെടുപ്പ് വരെ 18 മാസം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക്. അത് ഏതെങ്കിലും ഒരു പെൻഷൻ വിഭാഗത്തിൽ പെടുന്നതല്ല, വ്യത്യസ്ത പെൻഷൻ വിഭാഗത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാറ്റഗറിയും എടുത്ത് വായിച്ചത്. ഇത് പൊതുസമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, DTBT പ്രകാരം ഡയറക്റ്റ് ട്രാൻസ്ഫർ പ്രകാരമായിട്ട് പെൻഷൻ എത്തേണ്ട അവസ്ഥയിൽ സോഫ്റ്റ്വെയറിന്റെ പിഴവ് മൂലം അവസാനത്തെ 8 മാസത്തെയോ 9 മാസത്തെയോ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് സർക്കാർ തന്നെ, UDF സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മുനീറിന്റെ നേരത്തെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി. അപ്പോൾ ഈ കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ അന്ന് ഏകീകൃത ക്ഷേമ പെൻഷൻ ഇല്ല. അതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞത്. വ്യത്യസ്ത വിഭാഗങ്ങളിൽ അത് 9 മുതൽ 11 മാസം വരെ പല ക്ഷേമ പെൻഷനുകളും മുടങ്ങിയിട്ടുണ്ട്. അതാണ് പല ആളുകൾക്കും 2016 ഓഗസ്റ്റ് മാസത്തിൽ 9,000 രൂപ വരെ പെൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. 9,000 രൂപ കിട്ടണമെങ്കിൽ മാസം 600 രൂപ എന്ന കണക്കിൽ നോക്കിയാൽ പോലും 18 മാസം വേണ്ടിവരും ചില സാഹചര്യങ്ങളിൽ. അതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതാണ് നിയമസഭയിൽ കൊടുത്ത സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് തോമസ് ഐസക്കിന്റെ മറുപടി. അവിടെയും നിന്നിട്ടില്ല. ക്ഷേമ പെൻഷന്റെ വിതരണത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് K അനിൽകുമാർ വളരെ വിശദമായി ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കൂടി കേൾക്കൂ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒറ്റത്തവണയായിട്ട് 14,000 രൂപയാണ് സാധാരണക്കാരായിട്ടുള്ള 62 ലക്ഷത്തോളം മനുഷ്യർക്ക് ഇവർ മുടക്കിയിട്ടിട്ട് പോയ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്തത്. ആ സന്ദർഭത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഖജനാവ് കഴുകി മൊത്തം മോന്തിയിട്ട് പോയ ടീമാണ്. 1 രൂപ അതിനകത്തില്ലായിരുന്നു. അവിടെയാണ് ആ ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം, കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക സാമൂഹ്യ സുരക്ഷാ പെൻഷനായി അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തത് 2016 സെപ്റ്റംബർ മാസത്തിലാണ്. 2016 സെപ്റ്റംബറിൽ ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ തുക കേരളത്തിൽ ഒറ്റത്തവണയായി ഓരോരുത്തരുടെ കയ്യിൽ കിട്ടിയത്. അന്ന് കിട്ടിയ തുകയാണ് 14,800 രൂപ ഒരാൾക്ക്. കുറച്ച് പേർക്കൊന്നുമല്ല കൊടുത്ത് കേട്ടോ. എന്താ 2016 സെപ്റ്റംബറിൻ്റെ പ്രത്യേകത? 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 18 മാസത്തെ കുടിശ്ശിക. അന്ന് 6,000 രൂപയുണ്ട്, 600 രൂപ ഉണ്ടായിരുന്നത്. 18 ഗുണം 600 എന്ന് പറഞ്ഞാൽ 10,800 10,800 രൂപ. LDF സർക്കാർ അപ്പം തന്നെ 1,000 രൂപയായിട്ട് കൂട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു? മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 4 മാസം. ഈ 4 മാസത്തെ തുക കണക്കാക്കി പിറ്റേ വരുന്ന സെപ്റ്റംബർ മാസം
14,800 രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ കൊടുക്കുകയോ സഹകരണ ബാങ്ക് വഴി വീട്ടിലെത്തിക്കുകയോ ചെയ്തു. ഏത് തെരഞ്ഞെടുപ്പ് കരുതിയിട്ടാണ് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 4 മാസത്തിനകം ഇത്രയും വലിയ തുക കൊടുത്തത്? അതുകൊണ്ട് വി.ഡി. സതീശൻ ഇപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. സതീശൻ മനസ്സിലാക്കണം. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ സതീശന്റെ ആ ഓഞ്ഞ വെല്ലുവിളി ഒന്നുകൂടി കേട്ടെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് CPM നേതാവിനെയും, കേരളത്തിലെ LDFന്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ തെളിയിക്ക് 18 മാസം ഉണ്ടായിരുന്നു. ആകെ ഉണ്ടായത് 3 മാസത്തിൽ താഴെയാണ്. എന്ത് മനസ്സിലാക്കാം? ഇതുപോലൊരു കെടുതി പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ്. ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നുണയടിച്ച് നാട്ടുകാരെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന ഭാവി മുഖ്യമന്ത്രി ചമഞ്ഞ് നടക്കുകയാണ്. വല്ലാത്ത ഗതികേട് തന്നെ. ഈ വെല്ലുവിളിയോടുകൂടിയെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒന്ന് അവസാനിപ്പിച്ച് പോകാൻ പറ്റുമോ എന്ന് മാത്രമേ തിരിച്ച് അങ്ങോട്ടേക്ക് ചോദിക്കാനുള്ളൂ. കാര്യം ചെയ്ത കാര്യങ്ങളെയെല്ലാം പച്ച കള്ളം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്ന കേരളത്തിൻ്റെ സഞ്ചരിക്കുന്ന ദുരന്തമെന്ന് വിളിക്കേണ്ട വ്യക്തിയെന്ന് പറയേണ്ടി വരികയാണ്.